ഹായ് ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഓണം കഴിഞ്ഞു, ഇപ്പോൾ വിഷു ആയി. എങ്കിൽ പിന്നെ കഴിഞ്ഞ വർഷത്തെ നമ്മുടെ സെലിബ്രിറ്റീസിന്റെ ഓണം ഔട്ട്ഫിറ്റ്സ് കണ്ടാലോ? വിഷുവായപ്പോഴാണോ ഓണത്തിന്റെ ഡ്രസ്സ് കൊണ്ടുവരുന്ന എന്ന് കുറച്ചു പേരെങ്കിലും ചിന്തിക്കുന്നുണ്ടാവും. ചുമ്മാ ഒരു രസം. വിഷു വന്നെത്തി. കണി കാണാനും വിഷുക്കൈനീട്ടം വാങ്ങാനും നല്ല ഭക്ഷണം കഴിക്കാനുമൊക്കെ നമ്മൾ ഒരുങ്ങിക്കഴിഞ്ഞു. എന്നാൽ ഈ ആഘോഷത്തിൽ സെറ്റ് മുണ്ടിന് ഒരു പ്രത്യേക സ്ഥാനമുണ്ട്. അറിയാമോ? വിഷുവിൻ സെറ്റ് മുണ്ടിന് ഓണം പോലെ തന്നെ പ്രാധാന്യം ഉണ്ട്. ഓണം കഴിഞ്ഞാൽ മലയാളികളുടെ പ്രധാന ആഘോഷമാണ് വിഷു. പ്രകൃതി പുതിയൊരു ഉണർവിനായി കാത്തിരിക്കുന്ന സമയം. ഈ സമയത്ത് നമ്മൾ ധരിക്കുന്ന വസ്ത്രത്തിനും ഒരു പുതുമയും വെളിച്ചവും ഉണ്ടാകേണ്ടതുണ്ട്. വെള്ള നിറത്തിലുള്ള സെറ്റ് മുണ്ട് ശുദ്ധിയുടെയും പ്രകാശത്തിന്റെയും പ്രതീകമാണ്. അതിലെ നേരിയ കസവ് ഐശ്വര്യത്തെയും സമ്പൽ സമൃദ്ധിയെയും സൂചിപ്പിക്കുന്നു. നമ്മുടെ സംസ്കാരത്തോടുള്ള ആദരവും വരും വർഷം ഐശ്വര്യപൂർണമാകട്ടെ എന്ന പ്രാർത്ഥനയുമാണ്. എല്ലാവർക്കും എൻ്റെ വിഷു ആശംസകൾ. ഈ വർഷം നിങ്ങൾക്ക് സന്തോഷവും സമൃദ്ധിയും നിറഞ്ഞതാകട്ടെ. സത്യം പറഞ്ഞാൽ ആഘോഷങ്ങൾ വരുമ്പോൾ നമ്മൾ മലയാളികൾക്ക് ഒരു പ്രത്യേക ആകാംക്ഷയാണ്. അത് ഓണമായാലും വിഷുവായാലും ക്രിസ്മസ് ആയാലും അല്ലെങ്കിൽ ഒരു കല്യാണ പോലുമാവട്ടെ, നമ്മുടെ കണ്ണ് ആദ്യം പോകുന്നത് അവിടുത്തെ താരങ്ങളുടെ ഡ്രസ്സുകളിലേക്കാണ്, അല്ലേ? അതേ സിനിമ സീരിയലിലുമൊക്കെ നമ്മൾ സ്ഥിരം കാണുന്ന നമ്മുടെ പ്രിയപ്പെട്ട താരങ്ങൾ, അവർ ഓരോ ആഘോഷത്തിനും എങ്ങനെയാണ് ഒരുങ്ങുന്നത് എന്നറിയാൻ നമുക്കൊരു പ്രത്യേക കൗതുകമുണ്ട്. അവരെത്ര സിമ്പിൾ ആയിരുന്നാലും അവരൊരുങ്ങി വരുമ്പോൾ ഒരു തരം പ്രത്യേക ഭംഗിയുണ്ടാവും. ഓരോരുത്തരുടെയും സ്റ്റൈൽ, അവരുടെ ഡ്രസ് സെലക്ഷൻ, അതൊക്കെ നമ്മൾ സൂക്ഷ്മമായി ശ്രദ്ധിക്കാറുണ്ട്. ചിലപ്പോൾ അതൊരു ഫാഷൻ ട്രെൻഡ് ആയി മാറിയെന്നും വരാം. അപ്പോൾ എന്തായാലും ഏത് ആഘോഷം വന്നാലും നമ്മുടെ സെലിബ്രിറ്റികളുടെ ഡ്രസ്സുകൾ ഒരു വിരുന്നാണ് നമുക്ക്. അവരുടെ ലുക്ക് നമ്മെ ഇൻസ്പയർ ചെയ്യാറുണ്ട്, ചിലപ്പോൾ ചിരിപ്പിക്കാറുമുണ്ട്, അല്ലേ? ഓണത്തിന് നമ്മൾ ഓണക്കോടിയെടുത്ത് ആഘോഷിക്കുമ്പോൾ വിഷുവിന് അതിൻ്റെ തനിമ ഒട്ടും ചോരാതെ സെറ്റ് മുണ്ട് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട വസ്ത്രധാരണ രീതിയായി മാറുന്നു. എന്തുകൊണ്ടാണ് വിഷുവിന് സെറ്റ് മുണ്ടിന് ഇത്രയധികം പ്രാധാന്യം? വിഷുവിൻ്റെ പ്രഭാതത്തിൽ കണി കാണാൻ ഒരുങ്ങുമ്പോൾ ഈ വെളുത്ത വസ്ത്രം ഒരു പോസിറ്റീവ് ഊർജം നൽകുന്നു. പുതിയൊരു തുടക്കത്തിന് നമ്മെ മാനസികമായി ഒരുക്കുന്നു. മാത്രമല്ല, സെറ്റ് മുണ്ട് ഒരു തരം നാടൻ വസ്ത്രധാരണ രീതിയാണ്. നമ്മുടെ സംസ്കാരത്തെയും പാരമ്പര്യത്തെയും ഇത് ഓർമ്മിപ്പിക്കുന്നു. വിഷുവിൻ സെറ്റ് മുണ്ട് ധരിക്കുന്നത് വെറുമൊരു ഫാഷൻ അല്ല, മറിച്ച് നമ്മുടെ സംസ്കാരത്തോടുള്ള ആദരവും വരും വർഷം ഐശ്വര്യപൂർണമാകട്ടെ എന്ന പ്രാർത്ഥനയുമാണ്. എല്ലാവർക്കും എൻ്റെ വിഷു ആശംസകൾ. ഈ വർഷം നിങ്ങൾക്ക് സന്തോഷവും സമൃദ്ധിയും നിറഞ്ഞതാകട്ടെ. സത്യം പറഞ്ഞാൽ ആഘോഷങ്ങൾ വരുമ്പോൾ നമ്മൾ മലയാളികൾക്ക് ഒരു പ്രത്യേക ആകാംക്ഷയാണ്. അത് ഓണമായാലും വിഷുവായാലും ക്രിസ്മസ് ആയാലും. ഞങ്ങളുടെ ഈ യാത്ര കേരളത്തിന്റെ തനത് വസ്ത്രധാരണ രീതിയായ സെറ്റ് സാരിയെക്കുറിച്ചുള്ളതായിരുന്നു. ഇതിന്റെ ലാളിത്യവും മനോഹാരിതയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഓരോ സെറ്റ് സാരിയും ഒരു കഥ പറയുന്നുണ്ട്, നമ്മുടെ സംസ്കാരത്തെയും പാരമ്പര്യത്തെയും ഓർമ്മിപ്പിക്കുന്നുണ്ട്. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മനോഹരമായ കാഴ്ചയുമായി വീണ്ടും വരും. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? താഴെ കമന്റ് ബോക്സിൽ പങ്കുവെക്കുമല്ലോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും എൻ്റെ വിഷു ആശംസകൾ.